ജയസൂര്യ നായകനായ വെള്ളം എന്ന സിനിമയുടെ നിർമ്മാതാവ് കെ.വി. മുരളീദാസ്. മുരളീദാസിന്റെ ബയോപിക്കാണ് സംവിധായകൻ പ്രജീസൻ വെള്ളം ഒരുക്കിയത്. വ്യവസായി നിർമ്മാതാവുമായ മുരളി കുന്നംകുളത്തിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. സിനിമയിൽ 7 കോടിയോളം കടം വന്നുവെന്നും സുമതി വളവ്, നദികളിൽ സുന്ദരി യമുന എന്നീ സിനിമയുടെ സംവിധായകർ തന്നെ ചതിച്ചുവെന്നും മുരളി കരഞ്ഞുകൊണ്ട് വീഡിയോയിൽ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. പിടിച്ചു നിൽക്കാനാകില്ലെന്നെല്ലാം ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാകും. ആ സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി. ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ബിസിനസ്സും ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയും ആഫ്രിക്കയിലും ഒക്കെ കയറ്റി അയച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാനുണ്ട്. ബിസിനസ്സിൽ കുറേ പൈസ പോയി. ആൾക്കാരെ വിശ്വസിച്ച് കുറേ പൈസ പോയി. കമ്പനിക്കാർക്ക് കുറേ പൈസ കൊടുക്കാനുമുണ്ട്. അതിനിടയിലാണ് സിനിമ എടുത്തത്. വെള്ളം അതിൽ അവസാനം അതിൻ്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത്തത് നദികൾ സുന്ദരി യമുന. ഉണ്ണി വെള്ളോറ, വിജീഷ് പാണത്തോട് എന്നീ രണ്ടാളുകളും കള്ളം പറഞ്ഞ് എന്നെ എടുക്കാൻ വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സിനിമ എടുത്തു. അതിൽ 2 കോടി രൂപയുടെ നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല. ഇവർ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും അല്ലായിരുന്നു എന്ന്. ഇതൊക്കെയാണ് നമ്മളോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂന്നാമത് സുമതി വളവ്. സിനിമ വലിയ വിജയമെന്ന് കരുതി എൻ്റെ ജീവിതം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ജീവിച്ചിട്ട് മതിയായിട്ടില്ല. കൊതി തീർന്നിട്ടുമില്ല. പക്ഷേ ഈ സിനിമ കാരണം 7 കോടിയോളം രൂപ നഷ്ടം വന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും. അതുകൊണ്ട് ഞാൻ പോകുകയാണ്. ഞാൻ പോകുകയാണ്. എൻ്റെ ഭാര്യയും മക്കളെയും കൂടി എനിക്ക് ജീവിച്ചിരുന്നതിൻ്റെ ഒരു കൊതി തീർന്നിട്ടുമില്ല. കടക്കാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നെ എല്ലാവരും ചതിച്ചു. എല്ലാവരും പറ്റിച്ചു. എന്നെ ഇങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ളയൊക്കെ അവനെയൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു, വിഷ്ണു അവന് ഡയറക്ഷനൊന്നും അറിയില്ല. എല്ലാം കള്ളന്മാരാണ്. എല്ലാവരും ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചാണ് ഇവരൊക്കെ കൂടി. എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു. എൻ്റെ നല്ലൊരു ജീവിതം എല്ലാവരും കൂടി കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ. എനിക്ക് മരിക്കാന്നല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ മരിക്കാൻ ധൈര്യവുമില്ല.